പറയാനായി ശ്രമിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വൈകാരികമായ ആത്മാർത്ഥതയുടെയും ഉറച്ച നിലപാടുകളുടെയും ഒരു ഉദാഹരണമാണ് അനീഷിന്റെ യാത്ര. വിജയിയായാലും ഇല്ലെങ്കിലും അദ്ദേഹം ഈ ഷോയിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തുകയും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സാധാരണക്കാരന്റെ പ്രതിനിധിയായി മാറിയെന്നതിലും സംശയമില്ല. ഗ്രൂപ്പുകളില്ല, ബാക്ക് സ്റ്റാബുകളില്ല, പ്രേക്ഷക പ്രീതി നേടിയ കോമണർ മാൻ അനീഷ് ബിഗ് ബോസ് റണ്ണറപ്പായതിൽ വളരെയധികം സന്തോഷിക്കുകയാണ് ആരാധകരും. തുടക്കത്തിൽ പ്രൊവോക്കിംഗ് തന്ത്രം ഉപയോഗിച്ച് അനീഷ് ശ്രദ്ധ നേടിയിരുന്നു. മനസ്സിലായില്ലല്ലോ എന്ന മനോഭാവം മറ്റ് മത്സരാർത്ഥികൾക്കിടയിൽ ഒരുതരം ഡോമിനൻസ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചു. താൻ പറയുന്നതാണ് ശരിയെന്ന ഉറച്ച ശബ്ദത്തിലുള്ള സംസാരവും ഉറച്ച ശബ്ദത്തിൽ താൻ പറയുന്നതാണ് ശരിയെന്ന ബോധ്യത്തിൽ എന്നുള്ള സ്ഥിരം രീതിയും കാഴ്ചക്കാർക്കിടയിൽ ചർച്ചയായിരുന്നു. ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറായുള്ള മൊട്ടയടിക്കൽ ടാസ്കിലെ ബ്രില്യൻറ്റ് ഈ സീസണിലെ മികച്ച ഗെയിം മൂവുകളിൽ ഒന്നായിരുന്നു. ഒരു ഘട്ടത്തിൽ സഹമത്സരാർത്ഥിയായ ഷാനവാസുമായി രൂപീകരിച്ച സൗഹൃദം ഗെയിമിനെ ബാധിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ സ്വന്തം ഗെയിമിലേക്ക് മടങ്ങാൻ അനീഷിന് കഴിഞ്ഞിരുന്നു. ബിഗ് ബോസ് സീസൺ 7-ൽ ഒരൊറ്റ ഗ്രൂപ്പിലും ചേരാതെ കളിച്ച ഏക മത്സരാർത്ഥിയായിരുന്നു അനീഷ്. അവസാന ആഴ്ചകളിലെ പ്രണയം പറയുന്നതിലും അത് മര്യാദയോടെ അവസാനിപ്പിച്ചതും പ്രേക്ഷകർക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്തിയിരുന്നു. എന്നാൽ റീ എൻട്രി വന്ന മുതൽ മുൻ മത്സരാർത്ഥികളിൽ ഇതേ വിഷയം അനുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അനീഷ് പ്രതികരിക്കാതിരുന്നത് വിമർശനങ്ങൾക്ക് കാരണമായെങ്കിലും ഈ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് കപ്പ് നഷ്ടമായതെന്നും ഒരു സാധാരണക്കാരനായി എത്തി പ്രേക്ഷക ഹൃദയം കവർന്ന അനീഷ് ബിഗ് ബോസ് ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന മത്സരാർത്ഥിയായി മാറുമെന്നും പ്രേക്ഷകർ ഓരോ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. എന്തായാലും സീസൺ 7 കപ്പ് അനുമോൾ കൊണ്ടുപോയിരിക്കുന്നു, അനീഷിനാണ് കിട്ടേണ്ടിയിരിക്കുന്നതെന്നുള്ള നിരവധി കമൻറ്റുകളും വന്നിരുന്നു. ആർക്കായിരുന്നു അതിൽ യോഗ്യത എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.